Hi dear students, today we are discussing fluid equation of motion. കഴിഞ്ഞ സെഷനിൽ കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ട് ഡിസ്കസ് ചെയ്തു. ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് അപ്രോക്സിമേഷനിൽ നമ്മൾ പ്ലാസ്മയെ 2 or more ഇന്റർപെനിട്രേറ്റിംഗ് ഫ്ലൂയിഡിൻ്റെ കമ്പോസിറ്റ് ഫോം ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. പിന്നെ in case of species of iron, we need two equation of motion. That is, one for positively charged iron fluid, then second എന്തായിരിക്കും another one for negatively charged electron fluid in case. Then clear? പാർഷ്യലി അയണൈസ്ഡ് ഗ്യാസിൻ്റെ കേസിലോ, അതായത് പാർഷ്യലി അയണൈസ്ഡ് ഗ്യാസിൽ ന്യൂട്രൽ ആറ്റത്തിൻ്റെ ഫ്ലൂയിഡ് ഇക്വേഷൻ നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഇവിടെയുള്ള ന്യൂട്രൽ ഫ്ലൂയിഡ് അയോൺ ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കും? അതായത് ന്യൂട്രൽ ഫ്ലൂയിഡ് അയോൺ ആയിട്ട് അയണുമായിട്ടും ഇലക്ട്രോണായിട്ടും കൊളീഷനിലൂടെ മാത്രമേ ന്യൂട്രൽ ഫ്ലൂയിഡ് ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അതായത് ന്യൂട്രൽ ഫ്ലൂയിഡ് അയണുമായിട്ടോ ഇലക്ട്രോണുമായിട്ടോ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൊളീഷൻ നടക്കണം. ബട്ട് ഇൻ കേസ് ഓഫ് അയൺ ആൻഡ് ഇലക്ട്രോണോ, അയണും ഇലക്ട്രോണും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ കൊളീഷൻ നടക്കണം എന്നില്ല. കാരണം എന്തായിരിക്കും? They generate electric and magnetic field. മറ്റേതിൽ ന്യൂട്രൽ ആറ്റത്തിൽ എന്ത് വേണം? അതായത് ന്യൂട്രൽ ഫ്ലൂയിഡിൽ എന്ത് വേണം? കൊളീഷൻ്റെ ആവശ്യമുണ്ട്. ഇൻട്രാക്ഷൻ നടക്കണമെങ്കിൽ കൊളീഷൻ ആവശ്യമുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് അയൺ ആൻഡ് ഇലക്ട്രോൺ ഫ്ലൂയിഡോ, ദർ ഈസ് നോ കൊളീഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ദേ വിൽ ജനറേറ്റ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പാർട്ടായ കോൺവെക്റ്റീവ് ഡെറിവേറ്റീവ്സ്. എന്താണ് കോൺവെക്റ്റീവ് ഡെറിവേറ്റീവ്? Convertive derivative is taking according to moving coordinate system. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ. അതെന്തായിരുന്നു? F is equal to ma, ഇക്വേഷൻ ഓഫ് മോഷൻ. ദെൻ m ഓൾറെഡി ഉണ്ട്. ദെൻ dv/dt എന്താണ്? a എക്സ്പ്രഷൻ. So m dv/dt is equal to q in the bracket of e plus v cross b. That will represent equation number 1. ഇനി നമ്മൾ ഇവിടെ കുറച്ച് അസംഷൻ എടുക്കുന്നുണ്ട്. Making some assumption. The first assumption is no collision and no thermal motion. Then എന്ത് സംഭവിക്കും? കൊളീഷനും തെർമൽ മോഷനും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? Then all the particles in a fluid element move it together. Then അവിടെയുള്ള ആവറേജ് വെലോസിറ്റിയും ദെൻ അവിടെയുള്ള ഒറിജിനൽ വെലോസിറ്റി, അതായത് ഇൻഡിവിജ്വൽ വെലോസിറ്റിയും, ആവറേജ് വെലോസിറ്റി യുയും ഇൻഡിവിജ്വൽ വെലോസിറ്റി വിയും എന്തായിരിക്കും? ദാറ്റ് വിൽ സെയിം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ 1, അതായത് ഫ്ലൂയിഡ് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ കൂടെ n എന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഫ്ലൂയിഡ് ഇക്വേഷൻ കിട്ടും. ഇവിടെ n എന്തായിരിക്കും? ഡെൻസിറ്റി. ദെൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ യൂണിറ്റ് വോളിയം ആണ് ഇവിടെയുള്ള ഡെൻസിറ്റി. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? m n into d
u by dt is equal to qn ബ്രാക്കറ്റ് ഓഫ് ഇ പ്ലസ് യു ക്രോസ് ബി എന്ന് എഴുതിക്കൂടെ. ഇവിടെ ആവറേജ് വെലോസിറ്റിയായ യുയും ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ വെലോസിറ്റിയും ഈക്വലാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എം എൻ ഇൻറ്റു, അതുകൊണ്ടാണ് എം എൻ ഇൻറ്റു ഡി യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ക്യു എൻ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് ഇ പ്ലസ് യു ക്രോസ് ബി. ഓക്കെ, ക്ലിയർ? ഇവിടെ ഇത് കൺവീനിയൻറ്റ് ഫോമാണോ? ഇറ്റ് ഈസ് നോട്ട് എ കൺവീനിയൻറ്റ് ഫോം. ഇക്വേഷൻ 1 പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ടൈം ഡെറിവേറ്റീവ് ആണ് എടുത്തത്. ഓക്കെ, നമുക്ക് എടുക്കേണ്ടത് എന്താണ്? ഇക്വേഷൻ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഫിക്സഡ് ഇൻ സ്പേസ്. ടൈം ഡെറിവേറ്റീവ് ആണ് എടുത്തത് ഏതിൻ്റെ? ഇക്വേഷൻ 1. ദെൻ എടുക്കേണ്ടത് എന്താണ്? ഇക്വേഷൻ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഫിക്സഡ് ഇൻ സ്പേസ്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടു മേക്ക് ദ ട്രാൻസ്ഫോർമേഷൻ ടു വേരിയബിൾ ഇൻ എ ഫിക്സഡ് ഫ്രെയിം കൺസിഡർ ജി ഓഫ് എക്സ് ടി to be any property of fluid in one-dimensional x space. അതായത് എക്സ് സ്പേസിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ ദ ചേഞ്ച് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടൈം ഇൻ എ ഫ്രെയിം മൂവിങ് വിത്ത് എ ഫ്ലൂയിഡ് ഈസ് സം ഓഫ് ടു ടേംസ്. അതായത് എന്തൊക്കെയാണ്? ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇത് എഴുതാൻ പറ്റുക? ജി ഓഫ് എക്സ് ടീനെ എങ്ങനെ എഴുതാം? അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഡി ജി ഓഫ് എക്സ് ടി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? ഡോ ജി ബൈ ഡോ ടി പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി എന്ന് എഴുതിക്കൂടെ. ദെൻ ഇങ്ങനെ മാറ്റിയതാ? ഡോ ജി ബൈ ഡോ ടി പ്ലസ് ഡോ എക്സ് ബൈ ഡോ ടി എന്താണ്? എക്സ് ആക്സിസിലെ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്. സോ നമുക്കെങ്ങനെ എഴുതാം? ദാറ്റ് വിൽ റെപ്രസെൻറ്റ് യു എക്സ് ഇൻറ്റു ഡോ ജി ബൈ ഡോ എക്സ്. ഓക്കെ, ദാറ്റ് വിൽ റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 3. ഇവിടെയുള്ള ഇക്വേഷനിലെ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? അതായത് ഫസ്റ്റ് ടേം ഓഫ് റൈറ്റ് സൈഡ് റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഓഫ് ജി അറ്റ് എ ഫിക്സഡ് പോയിൻറ്റ് ഇൻ സ്പേസ്. ദെൻ സെക്കൻഡ് ടേം എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദ ചേഞ്ച് ഓഫ് ജി ആസ് ദ ഒബ്സർവർ മൂവ് വിത്ത് എ ഫ്ലൂയിഡ് ഇൻ ടു എ റീജിയൻ ഇൻ വിച്ച് ജി ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ദെൻ ഇതെന്താണ്? വൺ ഡയമെൻഷണൽ സ്പേസിലാണ്. ദെൻ വി ടേക്ക് ഇൻ 3 ഡയമെൻഷണൽ സ്പേസ്. അതിനെന്തൊക്കെ വേണം? നേരത്തെ 1 ഡയമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് എക്സ്. ദെൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ് വൈ സെഡ് പ്ലെയിൻ. ദെൻ 3 ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കും? അതായത് ഇക്വേഷൻ 3 ജനറലൈസ്ഡ് ടു 3 dimensional form. Then g is equal to g of x, y, z with respect to time. Then നമുക്ക് നേരത്തെ എഴുതിയ പോലെ എങ്ങനെ എഴുതാം? ഡി ജി ബൈ ഡി ടി is equal to ഡോ ജി ബൈ ഡോ ടി പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ബാക്കി എക്സിൻ്റെ വൈൻ്റെ സെഡിൻ്റെ കേസിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം. ദെൻ ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ ടി. ദെൻ ഇയർ ഡോ എക്സ് ബൈ ഡോ ടി എന്താണ്? വെലോസിറ്റി അലോങ് എക്സ്
ഡയറക്ഷൻ. ദെൻ ഡോ വൈ ബൈ ഡോ ടി എന്താണ്? വെലോസിറ്റി അലോങ് വൈ ഡയറക്ഷൻ. ദെൻ ഡോ സെഡ് ബൈ ഡോ ടി എന്താണ്? വെലോസിറ്റി അലോങ് സെഡ് ഡയറക്ഷൻ. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം വെലോസിറ്റിനെ? യു എക്സ് യു വൈ യു സെഡ്. ദെൻ ഇക്വേഷൻ ബിക്കാം ഡോ ജി ഡി ജി ബൈ ഡി ടി is equal to ഡോ ജി ബൈ ഡോ ടി പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് ഇൻറ്റു യു എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇൻറ്റു യു വൈ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് ഇൻറ്റു യു സെഡ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. അതായത് എങ്ങനെ കിട്ടും? ഡോട്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നു. ദെൻ അതായത് യു എക്സ് ഐ പ്ലസ് യു വൈ ജെ പ്ലസ് യു സെഡ് കെ ഡോട്ട് ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ. ഓക്കെ, ഇവിടെ ഇത് സെപ്പറേറ്റ് ചെയ്ത് എന്ത് കിട്ടിയ ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടി. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? യു എന്താണ്? ടോട്ടൽ വെലോസിറ്റി. ദെൻ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഐ ജെ കെ. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ആയിട്ട് എഴുതിക്കൂടെ? അത് സെക്കൻഡ് പാർട്ട്, ഡോട്ടിൻ്റെ സെക്കൻഡ് പാർട്ട്. ദെൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ജി ബൈ ഡി ടി is equal to ഡോ ജി ബൈ ഡോ ടി പ്ലസ് യു വെക്ടർ യു ഡോട്ട് ഡെൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ദെൻ ജി. ദാറ്റ് വിൽ റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 4. ഇത് ക്ലിയർ അല്ലേ? This is called convective derivative. And sometimes നമുക്കിതെങ്ങനെ എഴുതാം? ഡി ജി ബൈ ഡി ടി. ഓക്കെ, ഹിയർ യു ഡോട്ട് ഡെൽ ഈസ് സ്കെയിലാർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺവെക്റ്റീവ് ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിൽ ഫസ്റ്റിലത്തെ എക്സാമ്പിളാണ് വാട്ടർ ഹീറ്ററിൻ്റെ കേസിലുള്ള ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത്. അതായത് ഇലക്ട്രിക് വാട്ടറിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്, സൈഡ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കോൾഡ് വാട്ടർ എവിടെ സെറ്റ് ചെയ്യും? ഹീറ്ററിൻ്റെ ടാങ്കിൻ്റെ ബോട്ടത്തിൽ സെറ്റ് ചെയ്യും. ദെൻ ഹോട്ട് വാട്ടർ എവിടെ സെറ്റ് ചെയ്യും? അപ്പർ പാർട്ടിൽ. ഓക്കെ, ഇവിടെ ജി ഓഫ് എക്സ് ടീനെ നമുക്ക് എങ്ങനെ എടുക്കാം? ജി ഓഫ് എക്സ് ടി ബി ദ ടെമ്പറേച്ചർ. ദെൻ ഡെൽ ജി ഈസ് എന്തായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. അതായത് ഡയറക്ഷൻ അപ്വേർഡ് ആയിരിക്കും. ദെൻ നമ്മൾ ഹീറ്റർ ഓണാക്കിയാലോ ടാങ്കിൻ്റെ സൈഡിലുള്ള ഫ്ലൂയിഡ് ഹീറ്റ് ആവും. ദെൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഡി ടി ബൈ ഡി ടി ഈക്വൽ ഇ ടി ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും തമ്മിൽ എന്ത് നടക്കും? കൺവെക്ഷൻ ബൈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കുറയും. ഇവിടെയുള്ള കൺവെക്ഷൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? കോൾഡ് വാട്ടർ ടു ഹോട്ട് വാട്ടർ, ബോട്ടം ടു അപ്പർ. കൺവെക്ഷൻ ബൈ ഡോ ടി ബൈ ഡോ എക്സ് എന്തായിരിക്കും?
ഗ്രേറ്റർ ദാൻ 0. ദെൻ യു ഓഫ് എക്സ് എന്തായിരിക്കും ഇവിടെ ഉള്ളത്? അതായത് ഒരു സിംഗിൾ സ്പേസിലാണ് എടുക്കുന്നത്. ദെൻ യു ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ യു ഡോട്ട് ഡെൽ ടി എന്തായിരിക്കും? ഓൾസോ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെയുള്ള ഫിക്സഡ് എലമെൻറ്റിലെ ടെമ്പറേച്ചർ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ല എങ്ങനെ എഴുതാം? ഡി ടി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോട്ട് ടി ബൈ ഡോട്ട് ടി പ്ലസ് യു ഡോട്ട് ഡെൽ ടി. നേരത്തെ എഴുതിയ പോലെ എഴുതിക്കൂടെ? നേരത്തെ യു ഡോട്ട് ഡെൽ ജി അല്ലേ, അതിന് വരെ ഇവിടെ ടി എന്ന ടേം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാം, ഡോട്ട് ടി ബൈ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി ടി മൈനസ്, അതായത് റൈറ്റ് സൈഡിലത്തെ യു ഡോട്ട് ഡെൽ ടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ദെൻ എന്ത് സംഭവിക്കും? മൈനസ് യു ഡോട്ട് ഡെൽ ടി കിട്ടില്ല. ദെൻ ദാറ്റ് വിൽ റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 5. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഡോ ബൈ ഡോട്ട് ടി ഓഫ് ടി ക്യാൻ ബി മെയ്ഡ് 0 at least for a short time. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. നമുക്ക് നോക്കാനുള്ളത് റിവറിലെയും ഓഷ്യനിലെയും വാട്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് അഴിമുഖത്തുള്ള കേസാണ് എടുക്കുന്നത്. നമ്മുടെ റിവറിലേക്ക് ഓഷ്യനിലെ സലൈനിറ്റി എന്താവും? സ്പ്രെഡ് ആവും. അപ്പോൾ അതായത് റിവർ മൗത്തിലെ സലൈനിറ്റിനെ നമ്മൾ എസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ എക്സ് അപ്സ്ട്രീമായിട്ട് നമ്മൾ എന്തെടുക്കുന്നു? അപ്സ്ട്രീമിൻ്റെ ഡയറക്ഷൻ, അതായത് റിവർ അല്ല ഓഷ്യന്ന് റിവറിലേക്കുള്ള അപ്സ്ട്രീമിൻ്റെ ഡയറക്ഷൻ, ദാറ്റ് വിൽ റെപ്രസെൻറ്റ് എക്സ്. സാധാരണ എന്തുണ്ടാവും? ഡൗൺ സ്ട്രീമും ഉണ്ടാവും, അപ് സ്ട്രീമും ഉണ്ടാവും. Then there is normally a gradient of s such that dou by dou x of s എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. When the tides come, the entire interface between salt and fresh water move upstream and പിന്നെ യു ഓഫ് എക്സ് എങ്ങനെ എന്തായിരിക്കും തരാം? യു എക്സ് വെച്ചാൽ വെലോസിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0. ദെൻ ഡോ എസ് ബൈ ഡോട്ട് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് യു എക്സ് ഡോ എസ് ബൈ ഡോ എക്സ്, ദാറ്റ് വിൽ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സലൈനിറ്റി ഇൻക്രീസസ് അറ്റ് എനി ഗിവൺ പോയിന്റ്. അങ്ങനെയാണ് ഇൻ കേസ് ഓഫ് പ്ലാസ്മ നമുക്ക് എങ്ങനെ എഴുതാം? വി ടേക്ക് ജി ടു ബി ഫ്ലൂയിഡ് വെലോസിറ്റി യു ആൻഡ് ഇക്വേഷൻ 2 നമുക്ക് എങ്ങനെ എഴുതാം? എം എൻ ഇൻറ്റു ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യു എൻ ഇ പ്ലസ് യു ക്രോസ് ബി. ദെൻ എങ്ങനെ എടുക്കാം? ഇനി എം എൻ ഇൻറ്റു ഡോ യു ബൈ ഡോട്ട് ടി പ്ലസ് യു ഡോട്ട് ഡെൽ യു. Then that is equal to Qn bracket of E plus U cross B. That represents equation number 7. Here dou U by dou T is time derivative in
ഇൻ എ ഫിക്സഡ് ഫ്രെയിം. ഇവിടെ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കോൺവെക്റ്റീവ് ഡെറിവേറ്റീവും അതിൻ്റെ 2 എക്സാമ്പിളും, കോൺവെക്റ്റീവ് ഡെറിവേറ്റീവും അതിൻ്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രെസ് ടെൻസർ എന്ന പാർട്ടാണ്.